എത്ര നേരം ചക്കമ്മ വിളിക്കാൻ തുടങ്ങിട്ട് ഒറ്റ നീക്കും. റയാനെ റസാനെ ഒന്ന് എനിക്ക് വന്നാൽ കിട്ടെ. ട്യൂഷന് പോകാൻ നിങ്ങൾക്ക് എന്ന് നോക്കിയാൽ തന്നെ ഗതി. നിങ്ങൾ നോക്കാൻ എനിക്ക് നേരെ ഉള്ളൂ. പറഞ്ഞാൽ കേൾക്കൂല. ഇന്നിപ്പോ കടി ഉണ്ടാക്കണല്ലോ. അലക്കന്മാരെ പൊടി ആ മനുഷ്യർ എത്ര പറഞ്ഞാലും കേൾക്കൂല. നല്ല പൊടി തരാൻ വേണ്ടി എത്ര നോക്കിയാലും തന്നെ ചുട്ടാലും നന്നാവൂല. ഇത് ഒട്ടി പിടിച്ചോണ്ടിരുന്ന ഈ റബ്ബർ മൊത്തം പൊടി എവിടുന്നാണ് മനുഷ്യൻ വാങ്ങിക്കൊണ്ടിരുന്നത്? എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇതെല്ലാം കൊണ്ടുവരും. വേറെ കടന്നില്ലേക്കും ഇയാൾക്ക്. മനുഷ്യനെ ഇടങ്ങാനായിട്ട് പൊടി. ചായ ചായ നക്കിക്കൂടാണ്ട് കുറച്ചുകൂടെ ബാപ്പത്തിന് കൊടുത്തേക്ക്. തന്നെ അംഗം തുടങ്ങിയല്ലോ. ഇന്നും ചൂടിലാണ്. അപ്പൊ ഇന്നും ചായ ഇല്ലല്ലേ? ബാ നമുക്ക് പോവാം. നമുക്ക് നേരം ഞങ്ങള് പോവാണേ. ചായ കുടിച്ചാ? ഇല്ല. എടി കുട്ടികളെ ചായ കുടിക്കാതെ പറഞ്ഞേക്കണേ. മുണ്ടാണെന്നോളി. ഈ റബ്ബറിനടുത്തണ്ടേ ബാപ്പന് മക്കളും തൊള്ളകൾ തിരികാണ് ഞാൻ ഇടങ്ങേറ്. നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലല്ലോ? കുടിച്ചണ്ട പോയിക്കോളി. എന്താ അക്കിമാക്ക ഇന്നും തുടങ്ങിയോ? എന്നും രാവിലെ തന്നെ ഉണ്ടല്ലോ. എന്താ ഇത് സംഭവം? ഓനെ ടീച്ചറെ ഒന്നും പറയണ്ട. രാവിലെ ചായക്ക് കടി ഉണ്ടാക്കുന്ന തിരക്കാണ്. കുട്ടികൾക്ക് ട്യൂഷന് പോകാനാകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ? എനിക്ക് കടി ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് പൊടിനെ കുറ്റം പറയും. കുഞ്ഞാറ കാക്ക മുണ്ടാന്നോളി നിങ്ങള്. ടീച്ചറെന്നെ കേക്കണം. രാവിലെ എന്ത് തന്നെ ഒരു അലാക്കിന്റെ പൊടിയുണ്ട്. അതിമേൽ ഇങ്ങനെ മല്ലിടണം. വലിയ ബുദ്ധിമല്. എന്നിട്ട് കുട്ടികളെ ചായ അടിക്കാതെ പറഞ്ഞേക്കണേ. അല്ല എന്താ കാട്ടുക? ആ റബ്ബറിന്റെ ഉണ്ടുകൊണ്ട് എന്ത് കളിച്ച് ഉണ്ടാക്കാനാണ്? വളർത്തിട്ട് നീളും ഇല്ല. ആ അപ്പൊ അതാണല്ലേ സംഭവം. നിങ്ങളൊന്നും കഴിക്കാതെ പോണ്ട. അവിടെ കുറച്ച് പത്തിരി ഉണ്ട്, ഞാൻ എടുത്തു കൊണ്ട തരാം. എന്നാ നിക്കടാ, ടീച്ചറെ കൊടുന്നോട്ടെ. അത് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് പോട്ടാ. ഓ ഇന്നത്തെ കണ്ട് കഴിഞ്ഞല്ലോ. നാളെ എന്താ കാട്ടുങ്ങള്? ഇത് കഴിച്ചിട്ട് സ്കൂളിൽ പോയാൽ മതി. ഇത് കണ്ടേ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കി എങ്ങനെയാണ്? ഓ ഒറ്റൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. പിന്നെ 4 മുறை 8 മുന്നൊക്കെ എന്താ നിങ്ങള്? കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും. നിങ്ങൾ അതിന് തിരക്കൂടൊന്നും വേണ്ട. എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്റെ വീട്ടിലും. അല്ല ടീച്ചറെ, നിങ്ങൾ എങ്ങനെ തുമ്പപ്പൂ പോലത്തെ പത്തിരി ഉണ്ടാക്കണത്? അത് എന്ത് രസം കാണാൻ തന്നെ. നിങ്ങളെ വരെ ഇരിക്കി. ടീച്ചറെ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും. അതിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഞങ്ങളെ വീട്ടിലും രാവിലെ ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അതിപ്പോ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ആ അങ്ങനെ തന്നെ പറഞ്ഞു ടീച്ചറെ. ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? നമ്മൾ രാവിലത്തെ ഇറങ്ങാറൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. നമ്മള് കിടന്ന് പെടാപ്പാട് വിടുന്നല്ലാതെ. അപ്പൊ ആ ടീച്ചറെ എങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ ബുദ്ധിമുട്ടൊക്കെ മാറിയത്? അതിന് ആദ്യം വേണ്ടത് നല്ല അരിപ്പൊടി തന്നെയാണ്. ആദ്യം ഞങ്ങളെ കണ്ണി കണ്ട പൊടിയൊക്കെ തന്നെയാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പൊ ഏതാ പൊടി വാങ്ങണ നിങ്ങള്? ഇപ്പൊ ഞങ്ങള് വാങ്ങുന്ന അരിപ്പൊടി പനയത്തിൽ അരിപ്പൊടിയാണ്. പനയത്തിൽ നിങ്ങൾ അരിപ്പൊടി ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി പത്തിരി പനയത്തിന്റെ അരിപ്പൊടി ഇട്ടുണ്ടാക്കിയതാ? പത്തിരി മാത്രല്ല, ദോശ, ഇടിയപ്പം ഒക്കെ ഇത് പനയത്തിൽ പൊടിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പൊ ഈ പനയത്തിന്റെ പൊടി വാങ്ങിയാൽ ഞങ്ങൾ രാവിലത്തെ പ്രശ്നമൊക്കെ തീരൂലേ? തീർന്നു. ഇതാണില്ലേ അപ്പോ പനയത്തിൽ? ടീച്ചറെ കുടുംബത്തിലെ സമാധാനത്തിന്റെ പുതിയൊരു പേരാണ് പനയത്തിൽ. അത് മാത്രല്ല, ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കി ഒട്ടൂല. പത്തിരി ആണെങ്കിലോ ഇതുപോലെ തുമ്പപ്പൂ പോലെ ഇരിക്കും. ഇനിയിപ്പോ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രിക്ക് വേണമെങ്കിലോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ രുചിയോടൊപ്പം ആരോഗ്യവും. പനയത്തിൽ അരിപ്പൊടി.